അതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്യുന്നത്. ലവ് ട്രാൻസെൻഡ്സ് റിയാലിറ്റി അറ്റ് ടൈംസ്. കമൻറ്റ്. എങ്ങനെയാണ് പ്രണയം യാഥാർത്ഥ്യങ്ങളെ മറികടന്നു പോകുന്നത് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിനെ അതിജയിക്കുന്നത് നമുക്ക് നോക്കാം. Love is not only feeling but also an experience that goes beyond reality. In Esra Dale's words, poems Tanvasami, love is shown as powerful, dream-like and transformative. നമ്മുടെ ജീവിതത്തെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ സ്വപ്നതുല്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇസ്ര ദാലെ വാർഡിൻ്റെ സൺവസമിയിൽ ലവിനെ പറഞ്ഞിട്ടുള്ളത്. The speaker imagines a life with her lover that goes beyond present reality. A life on hill with vegetables, wine and singing. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ജീവിതത്തിൽ നിന്ന് എല്ലാം തന്നെ ഉപരിയായിട്ട് തൻ്റെ ജീവിതം, തൻ്റെ സ്പീക്കർ തൻ്റെ ലവറുമായിട്ട് കാണുന്ന ജീവിതമാണ് ഇവിടെ പറയുന്നത്. അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് ബിയോണ്ടാണ്. ലൈഫ് ഓൺ ഹില്ലാണ് ഒരു കുന്നിൻ മുകളിലുള്ള വെജിറ്റബിൾസ് എല്ലാം സ്വയം പ്രിപ്പയർ ചെയ്തിട്ടുള്ള വൈന് കുടിച്ചുകൊണ്ട് പാട്ട് പാടുന്ന രീതിയിലുള്ള ഒരു ആധുനിക റിയാലിറ്റിയിൽ നിന്ന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ അതിന് വിഭിന്നമായിട്ടുള്ള ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ. ദിസ് ഡ്രീംസ് ഷോ ഹൗ ലവ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ റിയാലിറ്റി വേർ ഫിയേഴ്സ് ആൻഡ് ഹാർഡ്ഷിപ്സ് ഡിസപ്പിയർ. ഭയങ്ങളും അതുപോലെ തന്നെ കഷ്ടതകളും എല്ലാം തന്നെ അപ്രത്യക്ഷമാകുന്ന രീതിയിലുള്ള ഒരു റിയാലിറ്റി എങ്ങനെയാണ് പ്രണയം ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രണയത്തിനെ കുറിച്ചുള്ള സ്വപ്നം ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ലവ് ഓൾസോ മേക്സ് പീപ്പിൾ സീ ബിയോണ്ട് ലോജിക്കൽ ബൗണ്ടറീസ്. ദ സ്പീക്കർ accepts vulnerability, fear and uncertainty because of depth of her love. ഇവിടെ നമുക്ക് ലോജിക്കൽ യാഥാർത്ഥ്യം അല്ലെങ്കിൽ യുക്തിക്ക് ഉപരിയായിട്ട് എങ്ങനെയാണ് പ്രണയം ആളുകളെ കൊണ്ട് കാണിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാർ യുക്തിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ യുക്തിക്ക് ഉപരിയായി ചിന്തിക്കാൻ എങ്ങനെ പ്രണയം അവരെ നിർബന്ധിപ്പിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വൾണറബിലിറ്റിയും ഭയവും അനിശ്ചിതത്വവും എല്ലാം തന്നെ നിലനിൽക്കുമ്പോഴും ഈ പ്രണയത്തിൻ്റെ ആഴം ഇവിടെ മനസ്സിലാവുന്നുണ്ട്. ഈ പ്രണയത്തിൻ്റെ ആഴം തന്നെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഷീ ഈസ് വില്ലിംഗ് ടു ഇമാജിൻ എ ഫ്യൂച്ചർ വിത്തൗട്ട് ലിമിറ്റ്സ്, ഷോയിങ് ഹൗ ലവ് ക്യാൻ ക്രിയേറ്റ് ഹോപ്പ് ആൻഡ് മീനിങ്. പ്രണയം എത്രത്തോളം പ്രതീക്ഷ ഉണ്ടാക്കി തരുന്ന ജീവിതമാണ് പ്രണയം നമുക്ക് തരും. അതോടൊപ്പം തന്നെ അറ്റ് ടൈംസ് ലവ് ക്യാൻ മേക്ക് പീപ്പിൾ ഇഗ്നോർ പ്രാക്ടിക്കൽ റിയാലിറ്റീസ്, ലിവിങ് ഇൻസ്റ്റഡ് ഇൻ ഇമോഷൻസ് ആൻഡ് ഡ്രീംസ്. പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലെ മറച്ചു വെച്ചുകൊണ്ട് സ്വപ്നത്തിൽ ജീവിക്കാൻ പ്രണയിതാക്കളെ പ്രണയം എന്ത് ചെയ്യുന്നു, പ്രാപ്തിപ്പെടുത്തുന്നു അല്ലെങ്കിൽ പരുവപ്പെടുത്തുന്നതാണ് മനസ്സിലാവുന്നത്. ഹവർ ലവ് ഈസ് ഓൾസോ ഫ്രാജിൽ. അങ്ങനെയാണെങ്കിലും പ്രണയം ഏത് സമയവും തകരാവുന്നതാണ്. ദാലെ വാർഡ് ഷോസ് ദാറ്റ് ഈവൻ വെൻ ലവ് ഫീൽസ് പെർഫെക്റ്റ്, ഫിയർ ഓഫ് ലോസ് ഈസ് ഓൾവേസ് പ്രസൻറ്റ്. എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രണയമാണെങ്കിലും നഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ നഷ്ടപ്പെടലിൻ്റെ ഒരു ഭയം എപ്പോഴും അവിടെയുണ്ട്. The speaker prepares herself to miss her lover without breaking, showing that love, while transcendent, still exists within human limits. മനുഷ്യൻ്റെ പരിധികൾക്കുള്ളിൽ തന്നെയാണ് എന്നുള്ള ബോധം, അതായത് പ്രണയം അത്രത്തോളം ആഴമാണെങ്കിൽ കൂടി അത് ട്രാൻസെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ പരിധിക്ക് ഉള്ളിലുള്ള തന്നെയാണ്. ട്രാൻസെൻഡൻ്റ് ആണെങ്കിൽ കൂടി മനുഷ്യൻ്റെ പരിധിക്കുള്ളിൽ ആണ് പ്രണയം എന്നുള്ളത് എന്ന് കവി പറഞ്ഞു നോക്കിയാണ്. Thus, love often moves beyond reality, creating dream-like connections that feel bigger than life itself. യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് ഉപരിയായി അല്ലെങ്കിൽ യഥാർത്ഥത്തിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണുവാനായിട്ട് അല്ലെങ്കിൽ അർത്ഥത്തിലുള്ള സ്വപ്നതുല്യമായ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് പ്രണയം ഇവിടെ ചെയ്യുന്നത്. ബട്ട് ഇറ്റ് സ്റ്റിൽ നീഡ്സ് അവയർനെസ് ആൻഡ് ബാലൻസ്. പക്ഷെ എങ്ങനെയാണെങ്കിലും ഒരു അവയർനെസ്സും അതുപോലെ തന്നെ ഒരു ബാലൻസും ഇവിടെ വേണമെന്ന് പറയുന്നുണ്ട്. ലവ് ഗീവ്സ് ബ്യൂട്ടി ആൻഡ് ഹോപ്പ് ബട്ട് ഇറ്റ് മസ്റ്റ് കോ എക്സിസ്റ്റ് വിത്ത് റിയാലിറ്റി ടു റിമെയിൻ ലാസ്റ്റിംഗ് ആൻഡ് ട്രൂ. ഇവിടെ പ്രണയം പ്രതീക്ഷയും അതുപോലെ തന്നെ പരസ്പര കോഎക്സിസ്റ്റൻസും എല്ലാം തരുന്നുണ്ടെങ്കിൽ കൂടി ദ റിയാലിറ്റി റിമെയിൻ ലാസ്റ്റിംഗ് ഓർ ട്രൂ. ഓക്കെ, ബട്ട് ഇറ്റ് മസ്റ്റ് കോ എക്സിസ്റ്റ് വിത്ത് ദ റിയാലിറ്റി ടു റിമെയിൻ ലാസ്റ്റിംഗ് ആൻഡ് ട്രൂ. പ്രണയം ഇങ്ങനെ എന്നും ശേഷിച്ചിരിക്കണമെങ്കിൽ, ലാസ്റ്റ് ചെയ്യണമെങ്കിൽ അത് റിയാലിറ്റിയോടൊപ്പം തന്നെ പരസ്പരം എക്സിസ്റ്റ് ചെയ്തു പോരണം. സ്വപ്നവും അതുപോലെ തന്നെ പ്രതീക്ഷയും അതേപോലെ തന്നെ റിയാലിറ്റിയും കോ എക്സിസ്റ്റ് ചെയ്തു പോരണമെന്നാണ് കവി പറയുന്നത്. ഡിസ്കസ് ദ നീഡ് ടു മെയിൻറ്റെയിൻ മെൻ്റൽ ഹെൽത്ത് ഇൻ ലവ് റിലേഷൻഷിപ്പ്. എങ്ങനെയാണ് പ്രണയബന്ധങ്ങളിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് അടുത്ത ചോദ്യം. ലവ് റിലേഷൻഷിപ്പ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഇമോഷണൽ വെൽബീയിങ് ബട്ട് ദേ ക്യാൻ ഓൾസോ കോസ് സ്ട്രെസ്, ഫിയർ ആൻഡ് ഇമോഷണൽ ഇംബാലൻസ്. പരസ്പരം ഒരു ഭയങ്കര പ്രശ്നത്തിലുള്ള ഇമോഷണൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും. ഒരേ സമയം അത് ഇമോഷണൽ വെൽബീയിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ കൂടി അത് സ്ട്രെസ്സും ഫിയറും ഇമോഷണൽ ഇംബാലൻസും എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Isra Dale Ward's poem Tanvasami shows both the beauty and vulnerability of love. പ്രണയത്തിൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ വൾണറബിലിറ്റിയും കാണിക്കുന്നുണ്ട്. The speaker feels deep connection but also admits to fear and anxiety about future. ഭാവിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള കണക്ഷനും അതുപോലെ തന്നെ ഭയവും ആങ്സൈറ്റിയും എല്ലാം തന്നെ
ഭാവിയെക്കുറിച്ചുള്ള ആങ്സൈറ്റിയും ഭയവും എല്ലാം തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ദിസ് ഷോസ് ദാറ്റ് ലവ് വിത്തൗട്ട് ഇമോഷണൽ ബാലൻസ് ക്യാൻ ബി പെയിൻഫുൾ. ഇമോഷണൽ ബാലൻസ് ഇല്ലാതെയുള്ള ഒരു പ്രണയം എന്താണ്, പെയിൻഫുൾ ആണെന്നാണ് പറയുന്നത്. മെയിൻറ്റെയിനിങ് മെൻ്റൽ ഹെൽത്ത് ഇൻ ലവ് മീൻസ് ബീയിങ് അവെയർ ഓഫ് വൺസ് ഇമോഷണൽ ഫിയേഴ്സ്. സ്വയം അവരുടെ വികാരങ്ങളെക്കുറിച്ചും അവൻ്റെ ഇമോഷൻസിനെ കുറിച്ചും ഭയത്തെക്കുറിച്ചും എല്ലാം അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് പ്രണയത്തിൽ മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് മീൻസ് സെറ്റിംഗ് ഇമോഷണൽ ബൗണ്ടറീസ് ആൻഡ് പ്രിപ്പയറിംഗ് വൺ സെൽഫ് ഫോർ ചലഞ്ചസ്. എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടോ അതിനുവേണ്ടി സ്വയം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അതിനർത്ഥം. ദ സ്പീക്കർ ടീച്ചസ് ഹെർ സെൽഫ് ടു മിസ് ഹെർ ലവർ വിത്തൗട്ട് ക്രേവിംഗ് ഷോയിങ് ഇമോഷണൽ സെൽഫ് കൺട്രോൾ. എങ്ങനെയാണ് തൻ്റെ പ്രണയിതാവിനെ നഷ്ടപ്പെട്ടാൽ സ്വയം നിലനിൽക്കുക എന്നുള്ള ഒരു പഠനം അല്ലെങ്കിൽ സ്വയം പഠിപ്പിക്കുകയാണ് കവി ഇവിടെ ചെയ്യുന്നത്. ഇതെന്താണ്, ഇമോഷണൽ സെൽഫ് കൺട്രോൾ ആണ് ഇവിടെ കാണിക്കുന്നത്. ഹെൽത്തി ലവ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് ക്ലോസ്നെസ് ബട്ട് ഓൾസോ അബൌട്ട് പ്രൊട്ടക്റ്റിംഗ് വൺസ് ഹാർട്ട് ആൻഡ് മൈൻഡ്. ഹെൽത്തി പ്രണയം എന്ന് വെച്ചാൽ എന്താണ്, അടുപ്പം മാത്രമല്ല, മറിച്ച് ഒരാളുടെ മൈൻഡും ഒരാളുടെ മനസ്സും ഒരാളുടെ ഹൃദയവും എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ, ട്രസ്റ്റ് ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ മെയിൻറ്റെയിനിങ് മെൻ്റൽ ഹെൽത്ത് ഇൻ റിലേഷൻഷിപ്പ്. കമ്മ്യൂണിക്കേഷൻ, വിശ്വാസം, അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ള പിന്താങ്ങൽ എല്ലാം തന്നെ നല്ലൊരു മെൻ്റൽ ഹെൽത്ത് പ്രണയബന്ധങ്ങളിൽ നിലനിർത്താൻ അത്യാവശ്യമാണ്. ഇഫ് പാർട്ട്നേഴ്സ് ഷെയർ ദെയർ ഫീലിംഗ്സ് ഓപ്പൺലി ദേ ക്യാൻ സ്ട്രെങ്തൻ ദെയർ ബോണ്ട് വൈൽ ഓൾസോ കീപ്പിംഗ് ഇമോഷണൽ ബാലൻസ്. ഇമോഷണൽ ബാലൻസ് കീപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ അവരുടെ ഫീലിങ്സും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുകയാണെങ്കിൽ അവരുടെ ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും. വിത്തൗട്ട് മെൻ്റൽ ഹെൽത്ത് ലവ് ക്യാൻ ലീഡ് ടു ആങ്സൈറ്റി, ഇൻസെക്യൂരിറ്റി ആൻഡ് ഹെഡ് ബ്രേക്ക്. മെൻ്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ, കൃത്യമായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ആങ്സൈറ്റിയിലേക്കും ഇൻസെക്യൂരിറ്റിയിലേക്കും ഹൃദയത്തിൻ്റെ തകർച്ചയിലേക്കും എല്ലാം തന്നെ, അല്ലെങ്കിൽ ഹെഡ് ബ്രേക്കിലേക്കുമൊക്കെ പോകാൻ തന്നെ സാധ്യതയുണ്ട്. ദസ് മെൻ്റൽ ഹെൽത്ത് ഈസ് എസെൻഷ്യൽ ഫോർ ലവ് ടു ബി ലാസ്റ്റിംഗ് ആൻഡ് ഫുൾഫില്ലിംഗ്. നല്ല ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ലാസ്റ്റ് ചെയ്യുന്ന പ്രണയമാണ് എനിക്ക് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ മെൻ്റൽ ഹെൽത്തിന് അത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട്. ഇറ്റ് അലോസ് ലവ് ടു ഗ്രോ ഇൻ എ സേഫ് ആൻഡ് സപ്പോർട്ടീവ് വേ. എങ്ങനെയാണ് പ്രണയം എത്രത്തോളം സപ്പോർട്ടീവായിട്ടുള്ള സേഫ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വളരണമെന്ന് തീരുമാനിക്കുന്നത് ഈ മെൻ്റൽ ഹെൽത്താണ്. ലവ് ഈസ് ബ്യൂട്ടിഫുൾ ബട്ട് ഇറ്റ് നീഡ്സ് കെയർ ആൻഡ് ബാലൻസ് ടു റിമെയിൻ ഹെൽത്തി. പ്രണയം സൗന്ദര്യമുള്ളതാണ്, മനോഹരമാണ്, പക്ഷേങ്കിൽ ഇറ്റ് നീഡ്സ് കെയർ ആൻഡ് ബാലൻസ് ടു റിമെയിൻ ഹെൽത്തി. അതിനെ പരിപാലനം, അതുപോലെ തന്നെ ഒരു സന്തുലിതാവസ്ഥയും അത് ഹെൽത്തി ആയിട്ടിരിക്കാൻ അത്യാവശ്യമാണ്. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ essay questions. If you like this video, please do like and subscribe to the channel if you wanna get such kind of videos about the degree subjects. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബൈ ഫോർ ടുഡേ. താങ്ക് യു.